ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോകൾക്ക് എങ്ങനെയാണ് തംബ്നെയിൽ ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇനിയും യൂട്യൂബ് വീഡിയോകൾക്ക് തംബ്നെയിൽ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തംബ്നെയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പിക്സൽ ലാബ് എന്ന ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്കിതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇനി നമുക്കിതിൻ്റെ സൈസ് മാറ്റേണ്ടതുണ്ട്. ഇതിപ്പോൾ ഒരു സ്ക്വയർ രൂപത്തിലാണ്. ഇനി നമുക്ക് തംബ്നെയിൽ രൂപത്തിലേക്ക് ഇതിൻ്റെ സൈസ് മാറ്റണം. അതിനുവേണ്ടി നമുക്ക് ഈ വലത് സൈഡിൽ കാണുന്ന ഈ ഒരു 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇമേജ് സൈസ് എന്ന് കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കസ്റ്റം എന്ന് കാണും, അതിൽ ഈ ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറേ സൈസുകൾ കാണാം. യൂട്യൂബ് ബാനർ, യൂട്യൂബ് തംബ്നെയിൽ. അപ്പോൾ നമുക്ക് വേണ്ടത് യൂട്യൂബ് തംബ്നെയിലാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓക്കെ എന്ന് കാണും. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് യൂട്യൂബ് തംബ്നെയിലുള്ള സൈസിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നാലാമത്തെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കളർ എന്ന് കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 സൈസ് കളർ വരുന്നുണ്ട്. അത് മൾട്ടി കളറായിട്ടും പ്ലെയിൻ കളറായിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട കളർ ഏതാ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു പ്ലെയിൻ കളറിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു റെഡ് കളർ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ കളറിൻ്റെ റെഡ് തന്നെ നമുക്ക് കൂട്ടാനും കുറക്കാനും ഒക്കെ ഇവിടെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഈ ടിക്ക് മാർക്കിൽ ഇത് സെലക്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കളർ സെലക്ട് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളെ ഭാവനക്കനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് പലർക്കും പല കഴിവുകളൊക്കെ ഉള്ള ആളുകളായിരിക്കും. അതിനുശേഷം നമുക്കിവിടെ ഇടത് സൈഡിൽ കാണുന്ന പ്ലസ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ ഗാലറിയിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഫ്രം ഗാലറി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ഏത് പിക്ചറാണ് വേണ്ടത് അതൊന്ന് സെലക്ട് കൊടുക്കുക. സെലക്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ താഴെ ഒരു ടിക്ക് മാർക്ക് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ ഇനി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെറുതാക്കാനും വലുതാനൊക്കെ ഇത് മൂവ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ ചെറുതാക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളെ ഭാവനക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഇവിടെ ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ പൂട്ടിൻ്റെ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്തതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ലോക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും ഇത് മൂവ് ചെയ്യിക്കാൻ പറ്റുക. ഇനി നമുക്കിതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിന് നമ്മൾ താഴെ കാണുന്ന ഈ എ എന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് മുകളിൽ കാണുന്ന ടെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണാം, എഡിറ്റ് എന്ന ചിഹ്നം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് എഴുതാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഉള്ള ടെക്സ്റ്റ് മായ്ച്ച് കളയണം. ശേഷം നമുക്ക് ഇവിടെ ടെക്സ്റ്റ് എഴുതി തുടങ്ങാം. എന്താണ് നമ്മളെ സബ്ജക്റ്റ് എന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ നമുക്കിവിടെ എഴുതി കൊടുക്കാം. ഞാനിവിടെ ഒരു പൊന്നാങ്കണ്ണി ചീരയുടെ വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ കണ്ണിനും പൊന്ന് പൊന്നാങ്കണ്ണി എന്നാണ് ഞാനിവിടെ എഴുതുന്നത്. അത് എഴുതി നമുക്ക് ഇതിൻ്റെ സ്ഥാനത്തേക്ക് ഇതുപോലെ മൂവ് ചെയ്യിക്കാം. അതിനുശേഷം ഇവിടെ സൈസ് എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനും ഒക്കെ ഉള്ള ഓപ്ഷനുണ്ട്. എന്നിട്ട് നമുക്കിവിടെ ടിക്ക് മാർക്കിൽ വേണമെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക, വേണ്ടാന്നുണ്ടെങ്കിൽ താഴെ തെറ്റ് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും തിരുത്തി കൊടുക്കാവുന്നതാണ്.
ഇനി നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം, അതുപോലെ കർവ്, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് കളറാണ് വേണ്ടത് നമുക്ക് കൊടുക്കാം. അതുപോലെ അക്ഷരങ്ങളുടെ വിഡ്ത്ത് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ അക്ഷരങ്ങളുടെ സ്റ്റൈല്, ഇത് കർവാണ്. നമുക്ക് അക്ഷരങ്ങൾ ഇതുപോലെ വളച്ച് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇത് ബാക്ക്ഗ്രൗണ്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു റെഡ് കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഇവിടെ സ്ട്രോക്ക്, നമുക്ക് ഈ നമ്മുടെ എഴുത്തിന് ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലൊക്കെ കളറ് വരുന്ന ഒരു ഓപ്ഷനാണ് സ്ട്രോക്ക്. നമുക്ക് ഏത് കളറും ഇവിടെ കൊടുക്കാം. അത് ആ സ്ട്രോക്കിൻ്റെ ഇവിടുത്തെ കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള ഓപ്ഷനാണ്. പിന്നെ ഷാഡോ ഉണ്ട്, ഇൻ്റർ ഷാഡോ, ഒരുപാട് ഓപ്ഷൻസാണ്. അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇനി അടുത്ത ടെക്സ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അതേപോലെ നമുക്ക് വേണ്ടത് ഒന്നിച്ച് വേണമെങ്കിൽ എഴുതാം, അങ്ങനെ കുറേ ആണെങ്കിൽ എഴുതാം, ഏത് രൂപത്തിലും എഴുതാം. അതേപോലെ തന്നെ ഇതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം, അതിൻ്റെ സൈസ് കൂട്ടണം. ഈ നമ്മൾ എഴുതിയതിൻ്റെ കളർ നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ വെള്ളയാണ് കൊടുത്തത്. ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. ഇതിൻ്റെ സ്ട്രോക്ക് ഞാൻ വെള്ള തന്നെയാണ് കൊടുക്കുന്നത്, അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് കാണും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഈ 3 ഡോട്ട് കാണുന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് ഗാലറിയിലേക്ക് സേവ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഇവിടെ എക്സ്പോർട്ട് ഇമേജ് എന്ന് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമിൽ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലാണ് വേണ്ടത്, ലോ, മീഡിയം, ഹൈ, വെരി ഹൈ. ഞാനിവിടെ അൾട്ര എന്നതിലാണ് സാധാരണ കൊടുക്കാറ്, അപ്പോൾ ഞാൻ ആ അൾട്ര എന്നതിൽ കൊടുക്കുകയാണ്. അതിനുശേഷം സേവ് ടു ഗാലറി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കാം. ഇതാണ് ഇവിടെ നമ്മൾ ഇതുവരെ കൊടുത്തത്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ YT സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മുടെ വീഡിയോക്ക് തംബ്നെയിലായിട്ട് കൊടുക്കുന്നത് എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോക്ക് ഇവിടെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ കസ്റ്റം തംബ്നെയിൽ എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള നമ്മളിവിടെ ചെയ്തു വച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റർ നമുക്കിവിടെ ആ ബാനർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സേവ് എന്ന് വരും, സേവിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ തംബ്നെയിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.